സോ പബ്ലിക് സ്പീക്കിംഗ് സീക്രട്സ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്കില്ലാണ് ഇന്ന് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. ഇതുവരെ നിങ്ങൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ അതിനേക്കാളും ഏറ്റവും മികച്ചത്, ഏറ്റവും യൂസ്ഫുൾ, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടോപ്പിക് അതാണ് പഠിക്കാൻ പോകുന്നത്. ആരൊക്കെയുണ്ട് ഇതിൻ്റെ അകത്ത് പ്രൊഫഷണൽ സ്പീക്കേഴ്സ്? കൈവക്കും. 1 2 3 യെസ്, 3 പേര്. ഗുഡ്. ഒരു കൈയടി കൊടുത്തേ അവർക്ക്. 2 തരം സ്പീക്കേഴ്സ് ഉണ്ട്. ഒന്ന് അമച്വർ സ്പീക്കേഴ്സ്, 2 പ്രൊഫഷണൽ സ്പീക്കേഴ്സ്. അമച്വേഴ്സ് ആൻഡ് പ്രൊഫഷണൽസ്. ആരാണ് പ്രൊഫഷണൽ? വാട്ട് ഈസ് ദ ഡിഫറൻസ്? ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താ? പ്രൊഫഷണൽ സ്പീക്കേഴ്സിൻ്റെ പ്രത്യേകത എന്താ? ദേ ഗെറ്റ് പെയ്ഡ് ഫോർ ദെയർ ടോക്ക്. അവർ സംസാരിക്കുന്നതിന് അവർക്ക് കാശ് കിട്ടും. പ്രസംഗിക്കുമ്പോൾ, പബ്ലിക് സ്പീക്കിംഗ് നടത്തുമ്പോൾ കാശ് കിട്ടുന്നുണ്ടെങ്കിൽ അവരെ എന്ത് വിളിക്കാം? പ്രൊഫഷണൽ സ്പീക്കേഴ്സ്. പ്രൊഫഷണൽ സ്പീക്കേഴ്സിന് മാത്രമേ പണം കിട്ടൂ വെൻ ദേ സ്പീക്ക്. എന്നാണോ നിങ്ങളുടെ സ്പീച്ചിന് ഇൻകം കിട്ടിത്തുടങ്ങുന്നത് അന്ന് നിങ്ങൾക്ക് പറയാം ഐ ആം എ പ്രൊഫഷണൽ സ്പീക്കർ. നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുടെ ലൈഫിൽ എന്ത് നേടണമെങ്കിലും നിങ്ങൾക്ക് ഈ സ്കില്ലിൻ്റെ ആവശ്യമുണ്ട്. ഈ സ്കില്ലില്ലാതെ നിങ്ങൾക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല് കിട്ടിക്കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് എന്ത് കിട്ടും? ആ സ്ഥാപനത്തിൽ ഉയർന്ന സ്ഥാനക്കയറ്റം കിട്ടാൻ സാധ്യത കൂടുതലാണ്. ഉയർന്ന ശമ്പളം കിട്ടും. മറ്റേ എല്ലാവരേക്കാളും എന്തുണ്ടാവും? അവർക്ക് അവിടെ ഒരു പ്രസൻസ് ഉണ്ടാവും. അവരുടെ പ്രസൻസ് അവർക്ക് അവിടെ അറിയിക്കാൻ സാധിക്കും. ഇനി ബിസിനസ്സുകാരാണെങ്കിലോ, നമുക്ക് ഒരുപാട് പണം നേടുവാൻ ഈ സ്കില്ല് നമ്മളെ സഹായിക്കും. ഇനി അതിനേക്കാളൊക്കെ ഏറ്റവും ഉപരി എന്താണെന്നറിയോ? നന്നായി പബ്ലിക് സ്പീച്ച് നടത്താൻ അറിയാമെങ്കിൽ യു വിൽ ഗെറ്റ് റെസ്പെക്റ്റ് ഫ്രം അതേഴ്സ്. നിങ്ങളെന്താ എന്നെ ബഹുമാനിക്കുന്നത്? എന്തിനാണ് ഞാൻ വന്നപ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത്? ഞാൻ വരുമ്പോൾ കൈയടിക്കുന്നത്? ഞാൻ വേറെ എന്ത് സ്കില്ല് നിങ്ങളുടെ അടുത്ത് കാണിച്ചിട്ടുണ്ട്? only one skill and that is public speaking.